ഒന്നും കെട്ടും രണ്ടും കെട്ടും വേണ്ടി വന്ന EMSന്റെ ഓളയും കെട്ടും. ശരീഅത്ത് വിവാദ കാലത്ത് 987 EMSനെതിരെ മുസ്ലിം ലീഗിന്റെ പ്രവർത്തകന്മാർ കേരളത്തിലുടനീളം വിളിച്ച മുദ്രാവാക്യമാണിത്. ഇന്ന് കേരള ഹൈക്കോടതി ബഹുമാനപ്പെട്ട ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ അവരുടെ സിംഗിൾ ബെഞ്ച് ഒരു വിധി പ്രഖ്യാപനം നടത്തുകയുണ്ടായി. മുസ്ലിം യുവാക്കൾക്ക്, പുരുഷന്മാർക്ക് രണ്ടാമത് വിവാഹം കഴിക്കണമെങ്കിൽ ഭാര്യയുടെ നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന്റെ കൂടി ആവശ്യമുണ്ടെന്ന്. അങ്ങനെ ഒരു ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയില്ല എങ്കിൽ രണ്ടാമത്തെ വിവാഹം രജിസ്റ്റർ ചെയ്യാനോ അതുപോലെ തന്നെ അതിന്റെ നിയമപരമായ പ്രവർത്തനങ്ങൾക്ക് മുന്നോട്ട് പോകാനോ കഴിയില്ല, അത് വാലിഡ് ആയിരിക്കില്ല എന്ന്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഇപ്പോഴും ഇവിടെ യൂണിഫോം സിവിൽ കോഡ് വന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഇത് പ്രാവർത്തികമാകുക? യൂണിഫോം സിവിൽ കോഡ് വരാതെയും മതനിയമങ്ങളിൽ മാറ്റം വരുത്താൻ വേണ്ടി കോടതികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്, കോടതികൾ അതിന് ശ്രമിച്ചിട്ടുണ്ട്. 987 തന്നെ ഷബാനു കേസിന്റെ അകത്ത്, അതുപോലെ തന്നെ 2017 ട്രിപ്പിൾ തലാഖുമായി ബന്ധപ്പെട്ടുള്ള ഷയാറ ബാനു കേസിന്റെ അകത്ത്, അതുപോലെ തന്നെ ശബരിമല കേസിന്റെ അകത്തെല്ലാം സുപ്രീം കോടതി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മതനിയമങ്ങൾക്ക് മുകളിലാണ് ഭരണഘടന എന്നും ആ ഭരണഘടനാ മൂല്യങ്ങളാണ് ഇവിടെ പ്രാവർത്തികമാക്കേണ്ടത് എന്നാണ്. ഈ നിലയിൽ രാജ്യത്ത് ഗവൺമെന്റ് ഇപ്പോ UCCയിലേക്ക് മുന്നോട്ട് പോവുകയാണ്, അതിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയാണ്. ഇത് സംബന്ധിച്ചുള്ള ഈ കാര്യങ്ങളെല്ലാം നടക്കുന്ന ഈ വേളയിൽ ഈ കേരള ഹൈക്കോടതിയുടെ ഈ വിധി പ്രഖ്യാപനം ഒരു സുപ്രധാനമായ ഒരു ഇടപെടലായിട്ട് മാത്രമാണ് കാണാൻ വേണ്ടി പറ്റുക. UCCയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുകയാണ്, അതിൻ്റെ അകത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങൾ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്.